السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമുദായത്തിന്റെ മാർഗദർശനത്തിന് വേണ്ടി അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിന്റെയും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളുടെയും കൃത്യമായ ആദർശങ്ങളിൽ നിന്ന് മനുഷ്യൻ വഴിതെറ്റിപ്പോകുവാൻ നിമിത്തമായ ചില കൃതികളിൽ ഏറെ പ്രചാരം നേടിയ മുഹയ്യിദ്ദീൻ മാല എന്ന് പറയുന്ന കൃതിയിലെ അനിസ്ലാമികമായ കാര്യങ്ങളിൽ ചിലതാണ് ഇതിനകം നിങ്ങൾ മനസ്സിലാക്കിയത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വേറെ ചില വശങ്ങൾ കൂടി, ചില പ്രത്യേകമായ പരാമർശങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവസാനിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലും മറ്റ് ക്ലാസ്സുകളിലുമൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ ആമുഖമായി തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് ആരെയെങ്കിലും പരിഹസിക്കുവാനുള്ള, അതല്ലെങ്കിൽ ആരെയെങ്കിലും ഏതെങ്കിലും നിലക്ക് പ്രമാണങ്ങളില്ലാതെ വിമർശിക്കുവാനുള്ള ഒരു സംരംഭമല്ല. മറിച്ച് പടച്ചതമ്പുരാൻ അവതരിപ്പിച്ച അവന്റെ പരിശുദ്ധമായ കലാമിനോളം പ്രാധാന്യമുണ്ട്, അതിൽ തെറ്റുണ്ടെങ്കിൽ ഇതിലും തെറ്റുണ്ട് എന്നൊക്കെ പറയാവുന്ന ഒരു പരുവത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമുദായം. ആ സമുദായത്തിലെ ഇതൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഒരു പറ്റം പാവപ്പെട്ട സാധാരണക്കാരായ ഉമ്മമാർ, സഹോദരി സഹോദരന്മാർ, ഇതൊക്കെയാണ് നേരിന്റെ വശങ്ങളാണിവയിൽ ഉള്ളത് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള അത്തരത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സ്നേഹബുദ്ധ്യ ഇത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ അകപ്പെട്ടിട്ടുള്ള ആപത്ത് വലിയ ആപത്താണ്, അതിൽ നിന്ന് എത്രയും വേഗം ഖേദിച്ചു മടങ്ങി ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങളിലേക്ക് നിങ്ങൾ തിരികെ വരണം എന്ന വലിയ ആശയും നസീഹത്ത് മനസ്ഥിതിയുമാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രോതാക്കളുടെ കാതുകളിൽ എത്തിക്കുന്നതിന്റെ ഏറ്റവും പരമമായ ലക്ഷ്യം. സർവശക്തനായ അല്ലാഹു നമ്മുടെ ആ നിയ്യത്ത് അറിയുന്നവനാണ്. അല്ലാഹുവിനോട് നമുക്ക് എപ്പോഴും ദുആ ചെയ്യുവാനുള്ളത് ഇത്തരത്തിൽ ഇതുവരെ വിശദീകരിച്ചതും ഇനി വിശദീകരിക്കാനുള്ളതുമായ ഒരുപാട് വിഡ്ഢിത്തങ്ങളിൽ ഈ സമുദായം കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. അല്ലാഹുവേ, നീ അവർക്ക് നേരിന്റെ മാർഗത്തിലേക്ക് എത്രയും വേഗം വെളിച്ചം നൽകണേ എന്ന് ദുആ ചെയ്യുക എന്നതാണ് നമുക്ക് ഇതിലൂടെയുള്ള നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹവും
അങ്ങനെ ആളുകൾ മടങ്ങി വന്നെങ്കിൽ എന്ന പ്രതീക്ഷാ നിർഭരമായ മനസ്സുമാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന്റെ പിന്നിൽ നമുക്കുള്ള വികാരം എന്ന് ഒരിക്കൽ കൂടി എൻ്റെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഞാനിത് പറയുന്നത് പലപ്പോഴും ഈ രൂപത്തിലുള്ള കഥകൾ കേൾക്കുമ്പോൾ സമൂഹത്തെ ദുഷിപ്പിക്കുകയാണ്, അതല്ലെങ്കിൽ ഈ സമൂഹത്തെ വെറുതെ വിമർശിക്കുകയാണ്, അതല്ലെങ്കിൽ അവരെ പരിഹസിക്കുകയാണ് എന്ന ഒരു പ്രചാരം ശത്രുക്കളിൽ നിന്നും പല കേന്ദ്രങ്ങളിൽ നിന്നും പലപ്പോഴും നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രംഗത്ത് ഏറ്റവും വലിയ ഒരു സേവനമാണ് അല്ലാഹുവിന്റെ ദീനിനെ പരിചയപ്പെടുത്തുമ്പോൾ അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, ശിർക്കുകളിൽ നിന്ന്, ബിദ്അത്തുകളിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷപ്പെടുത്തുന്ന പ്രവർത്തനത്തോളം വേറെ വലിയ ഒരു ഉത്തമമായ പ്രബോധനം വേറെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം വിശ്വാസരംഗത്ത് പുഴുക്കുത്തുകൾ ബാധിച്ചിട്ട് ആ പുഴുക്കുത്തുകൾ ബാധിച്ച അഖീദ ഉൾക്കൊണ്ട മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വിലയില്ല. അത് നാളെ പരലോകത്തെത്തുമ്പോൾ അവനത് ഉപകരിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ സമുദായത്തിലെ ഏതെങ്കിലും ആളുകൾ ഇതൊന്നും അറിയാതെ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ഉത്ബോധനം എന്ന നിലക്കാണ് നാം ഇത് അവതരിപ്പിക്കുന്നത്. അറിഞ്ഞുകൊണ്ടും ഞങ്ങൾ ഇതിൽ തന്നെ ശഠിച്ചു നിൽക്കും എന്ന് പറയുന്ന ആളുകളുടെ കാര്യത്തിൽ സഹതപിക്കാനേ നിവൃത്തിയുള്ളൂ, അല്ലാഹുവോട് ദുആ ചെയ്യാനേ നിവൃത്തിയുള്ളൂ. ഒരാളുടെയും കാതുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കുക എന്നതല്ലാതെ ആരുടെയെങ്കിലും ഹൃദയങ്ങളെ ഈ പറഞ്ഞുകൊടുത്ത കാര്യങ്ങളിൽ നിർബന്ധം ചെലുത്തിക്കൊണ്ട് സ്വാധീനിക്കുവാൻ റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകിയിട്ടില്ല. അത് നൽകേണ്ടവൻ അല്ലാഹുവാണ്. ആ പ്രതീക്ഷയോടുകൂടി അല്ലാഹുവേ, തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളുകളെ ആ തെറ്റിദ്ധാരണയുടെ തീരങ്ങളിൽ നിന്ന് ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങളുടെ തീരത്തേക്ക് നീ കരക്കടുപ്പിക്കണേ എന്ന പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി ഈ വിഷയത്തിന്റെ അവസാനം എന്ന നിലക്ക് നിങ്ങൾ അനിവാര്യമായും കേൾപ്പിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ കൂടി പറയുവാൻ ശ്രമിക്കുകയാണ്. അല്ലാഹു നമ്മളിൽ നിന്ന് ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇതുവരെ നമ്മൾ വിശദീകരിച്ചത് സമൂഹത്തിൽ ഇന്ന് 400-ാം വാർഷികം ആഘോഷിക്കുന്ന മുഹീദ്ദീൻ മാലയിലെ ചില വരികളെ സംബന്ധിച്ചായിരുന്നു. അതാണ് ഇന്ന് കേരളത്തിൽ വലിയ ആഘോഷമായി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. 400 വർഷം പഴക്കം അതിനുണ്ട് എന്നവർ അവകാശപ്പെടുന്നു. എങ്കിൽ ആ മാലയുടെ അതേ പേരിൽ തന്നെ, മുഹീദ്ദീൻ മാല എന്ന പേരിൽ തന്നെ ഒരു പുതിയ മുഹീദ്ദീൻ മാലയും ഇന്ന് മാർക്കറ്റിലുണ്ട്. അത് ഏകദേശം ഒരു 100 കൊല്ലത്തെ പഴക്കം അതിന് ഉണ്ടാകുവാൻ പ്രയാസമാണ്. 100 കൊല്ലത്തിൽ താഴെയേ അതിന് പഴക്കമുള്ളൂ. അത് പുതിയ മുഹീദ്ദീൻ മാല എന്ന പേരിൽ എന്റെ കയ്യിലുള്ള ഈ സാധനമാണ് ഈ പുതിയ മുഹീദ്ദീൻ മാല എന്ന് പറയുന്നത്. ഈ പുതിയ മുഹീദ്ദീൻ മാല ഇത് പലപ്പോഴും ഇപ്പോൾ വിവാദം നടന്നുകൊണ്ടിരിക്കുന്ന നാദാപുരത്തുള്ള സ്റ്റേജിൽ വെച്ച് പോലും ഇതിലെ വരികൾ പാടുകയും ജനങ്ങളെ ഉത്ബുദ്ധരാക്കുകയും ചെയ്തപ്പോൾ മറുപക്ഷത്ത് ഖണ്ഡനം നടത്തുന്നു എന്ന പേരിൽ പ്രസംഗിക്കാറുള്ള ഒരു വ്യക്തി അദ്ദേഹം പലപ്പോഴും പറഞ്ഞൊഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത്. ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല, ഇത് സലഫി വെറുതെ കെട്ടിയുണ്ടാക്കിയതാണ്, ഏതോ ഒരു തമിഴൻ കെട്ടിയുണ്ടാക്കിയ മാലയാണത്, അതിൽ ഞങ്ങൾക്ക് യാതൊരു രൂപത്തിലുള്ള ഒരു നിലക്കും ഞങ്ങൾ അത് അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാദാപുരത്ത് വെച്ചുള്ള ഒരു പ്രത്യേകമായ കരണം മറിച്ചലുകൾ, ഇതുവരെ നടന്ന ഖണ്ഡനങ്ങൾ ശ്രവിച്ചിട്ടുള്ള സഹോദരീ സഹോദരങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ടുന്ന കാര്യമില്ല. പക്ഷേ അതൊക്കെയും ആശയ ദാരിദ്ര്യം കൊണ്ടുള്ള നിഷേധം മാത്രമായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഞാനിനി നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്ന ഈ പുതിയ മുഹീദ്ദീൻ മാലയ്ക്ക് ആധികാരികതയുണ്ട് എന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വന്നിരിക്കുകയാണ്. ഒരുപക്ഷേ പഴയ മുഹീദ്ദീൻ മാലയേക്കാൾ ആധികാരികതയും അഡ്രസ്സും ഇതിനുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ് കാരണം? ഈ കാണുന്ന ഈ പുസ്തകത്തിന്റെ 1-ാമത്തെ പേജിൽ തന്നെ, ഇതിന്റെ പുറം കവറിൽ തന്നെ കാണുന്നത് ഇതിന്റെ ആധികാരികതയാണ്. അത് ഞാൻ നിങ്ങളെ ആദ്യം വായിച്ചു കേൾപ്പിക്കാം. ഇതിന്റെ ഹെഡിംഗ് ആയി തന്നെ പറയുന്നു, ഇത് പുതിയ മുഹീദ്ദീൻ മാല എന്ന നേർച്ചപ്പാട്ടാകുന്നു എന്നാണ് ഇതിന്റെ ആമുഖം തന്നെ, തൊട്ട് മേലെ തന്നെ.
എന്നിട്ട് ഇതിന്റെ ആധികാരികത പറയുന്നതിന്റെ 4 ഭാഗത്തുമായി മുഹയ്യിദ്ദീൻ മാല പുതിയത് എന്ന് അറബി മലയാളത്തിൽ തന്നെയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇനി ഞാൻ കേൾപ്പിക്കാം എന്താണ് ഇതിന്റെ ആധികാരികത. ഈ നേർച്ചപ്പാട്ടിനെ പൊന്നാനി നാലകത്ത് കുഞ്ഞിമൈദീൻ കുട്ടിയാൽ ഉണ്ടാക്കപ്പെട്ടതാകുന്നു. കണ്ടോ, ഏതോ ഒരു തമിഴൻ ഉണ്ടാക്കിയതൊന്നുമല്ല, ഇത് പൊന്നാനിയിലെ നാലകത്ത് കുഞ്ഞിമൈദീൻ കുട്ടിയാൽ ഉണ്ടാക്കപ്പെട്ടതാകുന്നു. മുമ്പുള്ള മുഹയ്യിദ്ദീൻ മാലയിൽ പെടാത്ത പല കശ്ഫ് കറാമത്തുകളും മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളെ പേരുകൾ 99 ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കണ്ടോ, അപ്പൊ മുമ്പുള്ളതിൽ പെടാത്ത ചിലതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇതിൽ ഞാൻ പറയാൻ പോകുന്നത്. മാത്രമല്ല, ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിക്ക് അള്ളാനെ പോലെ 99 പേരുണ്ട്, അതും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല, തങ്ങളെ പേര് പറയുന്നവർക്ക് അള്ളാന്റെ പേരിനെ ചൊല്ലിയ സവാബിനെ കിട്ടുമെന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഈ 99 നാമങ്ങൾ ഒരാൾ പറയുന്നുവെങ്കിൽ അള്ളാന്റെ പേര് ചൊല്ലിയ സവാബ് അഥവാ പ്രതിഫലം കിട്ടുമെന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഇനി പറയുകയാണ്, ഇതിനെ പാടുന്നയും സൂക്ഷിക്കുന്നയും തലങ്ങളിൽ പല ബർക്കത്തുകളും മറ്റും ഉണ്ടാകും. ലാ ശക്ക ഫീഹി, യാതൊരു സംശയവുമില്ല. ഇത് പാടുക, ഈ പാട്ട് പാടുക, ഇത് സൂക്ഷിക്കുക, ഇതിനൊരു സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചാൽ തന്നെ പല രൂപത്തിലുള്ള ബർക്കത്തുകളും മറ്റും ഉണ്ടാകും. ആർക്കും സംശയം വേണ്ടാന്നില്ല, ഇനി അറബിയിൽ തന്നെ കൊടുത്തു. ലാ ശക്ക ഫീഹി എന്ന് പറഞ്ഞാൽ അതിൽ സംശയത്തിന് ലവലേശം പങ്കില്ല എന്ന് പറഞ്ഞാൽ ഒരു സംശയവുമില്ല. എന്നിട്ട് ഇതിന്റെ അടിയിൽ കൊടുക്കാണ്, ഇതിനെ പൊന്നാനി മഹദൂം പുതിയകത്ത് കുഞ്ഞിബാവ മുസ്ലിയാരും കൗടിയമ്മ കാനകത്ത് അബ്ദുള്ള കുട്ടി മുസ്ലിയാരും കൂടി പരിശോധിച്ച് ഖത തീർത്തതാകുന്നു. ഇത് ഖത ഒന്നുമില്ലതില്, പിഴവ് തീർത്തിട്ടുണ്ട്. ആരാണ്? പൊന്നാനി മഹദൂം പുതിയകത്ത് കുഞ്ഞിബാവ മുസ്ലിയാരും കൗടിയമ്മ കാനകത്ത് അബ്ദുള്ള കുട്ടി മുസ്ലിയാരും കൂടി പരിശോധിച്ച് ഖത തീർത്ത കോപ്പിയാണിത്. ഇതിൽ നിന്നാണ് ഇനി ചിലത് നിങ്ങളെ കേൾപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പുസ്തകത്തിന്റെ മാലപ്പാട്ടിന്റെ തുടക്കത്തിൽ തന്നെയുള്ള ആധികാരികതയ്ക്ക് പുറമേ ഇതിന്റെ അവസാനത്തെ പേജിൽ മാല അവസാനിക്കുന്നിടത്തൊരു നോട്ടീസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതുകൂടി കേൾപ്പിക്കട്ടെ ഇതിന്റെ ആധികാരികത അറിയാൻ. ഈ പുതിയ മുഹയ്യിദ്ദീൻ മാല എന്ന നേർച്ചപ്പാട്ട് പൊന്നാനി നാലകത്ത് കുഞ്ഞിമൈദീൻ കുട്ടി എന്നവരാൽ ഉണ്ടാക്കപ്പെട്ടതും തന്റെ പകർപ്പവകാശം പൊന്നാനി UM അബ്ദുള്ള ആയ എനിക്ക് പുതുതായി തീർ സിദ്ധിച്ചതും എന്റെ സ്വന്തം ചെലവിന്മേൽ തിരൂരങ്ങാടി മിസ്ബാഹുൽ ഹുദാ പ്രസ്സിൽ നിന്ന് അച്ചടിപ്പിക്കപ്പെട്ടതുമാകയാൽ മേലിൽ ആർക്കും എന്റെ രേഖാമൂലം സമ്മതം കൂടാതെ അച്ചടിക്കുവാനും അടിപ്പിക്കുവാനും പാടുള്ളതല്ലെന്ന് ഇതിനാൽ അറിയിക്കുന്നു എന്ന് UM അബ്ദുള്ള ആൻഡ് കമ്പനി പൊന്നാനി മലബാർ. ഇനി ഇത് രചിച്ച കൊല്ലം കേട്ടോളൂ. ഹിജറ 1348 റജബ് 30 ഈസവിയ അഥവാ ക്രിസ്തുവർഷം 1930 ജനുവരി 1 ബുധനാഴ്ച തിരൂരങ്ങാടി നഗരം പെരുപാറമ്പത്ത് ഒറ്റയിൽ മുഹമ്മദ് എന്നോരുടെ മിസ്ബാഹുൽ ഹുദാ എന്ന അച്ചുകൂടത്തിൽ വെച്ച് അച്ചടിക്കപ്പെട്ട വകാതിബുഹു KVP എഴുതിയ ആളും ഒക്കെ ഉണ്ട്. എന്തിനാ അതൊക്കെ വായിക്കുന്നറിയോ? ഇതിങ്ങനെ കേൾക്കുമ്പോ സഹിക്ക വയ്യാഞ്ഞിട്ടേ മുസ്ലിയാക്കന്മാര് പറയണ് ഇതേതോ തമിഴനുണ്ടാക്കിയതാണ്, അത് അനിസ്ലാമികമാണ്, കുഫറാണ്, അത് മൗലൈമാരി എവിടുന്നോ കെട്ടിക്കൊണ്ട് വന്നതാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ അതിനെ തള്ളിയിട്ടുണ്ട് എന്നൊക്കെ ഇവര് പറയാറില്ലേ. അതിനാണ് ഞാൻ ആദ്യമായി ഇതിന്റെ ആധികാരികത പറഞ്ഞത്. ഇനിയിപ്പോ ഇതിൽ പറഞ്ഞതിന് പുറമെ ഇവരുടെ തന്നെ പണ്ഡിതന്മാര്, ഈ മുസ്ലിയാക്കന്മാരുടെ തന്നെ ഇതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളും കൂടി കേൾപ്പിക്കട്ടെ. മഹദൂമും പൊന്നാനിയും എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. മഹദൂമും പൊന്നാനിയും എന്നാണ് പുസ്തകത്തിന്റെ പേര്. അത് പ്രസാദനം ചെയ്തത് പൊന്നാനി ജുമുഅത്ത് പള്ളി പരിപാലന കമ്മിറ്റിയാണ്. ആ പ്രസിദ്ധീകരണത്തിലെ ലേഖനങ്ങൾ എഡിറ്റ് ചെയ്ത ചീഫ് എഡിറ്റർ ആരാണെന്ന് കേൾക്കണ്ടേ? കാന്തപുരം AP വിഭാഗത്തിന്റെ ഏറ്റവും വലിയ സമുന്നതനായ അറിയപ്പെടുന്ന എഴുത്തുകാരനും അവരുടെ ഒരു നേതാവുമായിട്ട് അറിയപ്പെടുന്ന ഹുസൈൻ രണ്ടത്താണിയാണ്.
ഹുസൈൻ രണ്ടത്താണിയെ കേട്ടിട്ടുണ്ടാകും. ഇയാളാണ് പണ്ട് VS അച്യുതാനന്ദനും പിണറായിയും തമ്മിൽ തല്ലരുതെന്ന് പറഞ്ഞിട്ട് മമ്പറത്ത് പോയി പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറഞ്ഞ വിദ്വാനാണ്. അതേപോലെ തന്നെ സിറാജ് എന്ന് പറയുന്ന AP വിഭാഗത്തിന്റെ ദിനപത്രത്തിലെ സ്ഥിരം കോളമിസ്റ്റാണ് ഹുസൈൻ രണ്ടത്താണി. അങ്ങനെ എല്ലാ നിലക്കും അവരിൽ സർവാംഗീകൃതനാണ്. അവരുടെ തന്നെ പല പ്രസിദ്ധീകരണങ്ങളുടെയും ചീഫ് എഡിറ്ററാണ്. പൂങ്കാവനം എന്ന് പറയുന്ന വനിതാ മാസികയുടെ ചീഫ് എഡിറ്ററാണ്. അതേപോലെ തന്നെ ഇതാ ഇപ്പറയുന്ന ഈ പുസ്തകം മഖ്ദൂമും പൊന്നാനിയും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചരിത്രങ്ങൾ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. പൊന്നാനി ജുമഅത്ത് പള്ളി പരിപാലന കമ്മിറ്റിയാണ് പ്രസിദ്ധീകരിച്ചത്. അതിന്റെ ചീഫ് എഡിറ്റർ ഹുസൈൻ രണ്ടത്താണിയാണ്. അത് ഹുസൈൻ സലഫി അല്ല എന്ന് പറയാൻ അതൊക്കെ പറഞ്ഞത്. ഇതൊക്കെ നമ്മളാന്നാ പറയണത്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെന്നാണ് ഇപ്പോ എല്ലാ സ്ഥലത്തും പറയുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയം പറയുന്നതിന്റെ മുമ്പ് ഇതിന്റെ ആധികാരികത പറയേണ്ടി വന്നത്. എന്തായിരുന്നത് കേട്ടോളൂ. പഴയ മൊഹീദ്ദീൻ മാല പ്രസിദ്ധമാണ്. കോഴിക്കോട് ഖാദി മുഹമ്മദ് എഴുതിയ പ്രസ്തുത മാല ആത്മീയ ലോകത്തും സാഹിത്യ രംഗത്തും എന്നും ചർച്ചാ വിഷയമാണ്. അതിലുൾപ്പെടുത്താൻ വിട്ടുപോയ ശൈഖിന്റെ കറാമത്തുകളും തന്റെ 99 നാമങ്ങളും ഉൾപ്പെടുത്തിയ പുതിയ മൊഹീദ്ദീൻ മാല രചിച്ചത് പൊന്നാനി നാലകത്ത് കുഞ്ഞിമൈദീൻ കുട്ടി മുസ്ലിയാരാണ്. കേട്ടോ, ഹുസൈൻ രണ്ടത്താണി ചീഫ് എഡിറ്ററായ പുസ്തകത്തിലാ പറയുന്നത്. ഇതെന്നല്ലപ്പോ ഞാൻ വായിക്കുന്നത്. ഇപ്പൊ വായിക്കുന്നത് അതിൽ നിന്നല്ല, ഇതിന്റെ ആധികാരികത അവർ സമ്മതിച്ചതാ വായിക്കുന്നത്. ഇനിയും കേട്ടോളൂ. പൊന്നാനി മഖ്ദൂം പുതിയകത്ത് കുഞ്ഞിബാവ മുസ്ലിയാരും കൗടിയമ്മ കാനകത്ത് അബ്ദുള്ളക്കുട്ടി മുസ്ലിയാരും ഈ മാല ആത്യന്തം പരിശോധിച്ച് ആവശ്യമായ തിരുത്തുകൾ വരുത്തിയിട്ടുണ്ടെന്നും ആമുഖ പേജിൽ കുറിക്കുന്നു. അപ്പൊ ഇതിനെപ്പറ്റി തന്നെയാണെന്ന് ഉറപ്പല്ലേ? ഇതിനെപ്പറ്റി തന്നെയാണെന്ന് ഉറപ്പാം. ഇനിയും കേട്ടോളൂ. അറബി മലയാളത്തിൽ തയ്യാർ ചെയ്ത ഈ മാലയിൽ 201 വരികൾ മനാഖിബുകളായും 25 വരികൾ ശൈഖിന്റെ വിളിപ്പേരുകളും സ്ഥാനപ്പേരുകളും വിവരിച്ചുകൊണ്ടും 24 വരികൾ ശൈഖിന്റെ മഹത്വം മുൻനിർത്തി അല്ലാഹുവിനോട് കാവലാവശ്യപ്പെട്ടുകൊണ്ടുള്ളതുമാണ്. ആകെ 250 വരികൾ. ഇനിയും കേട്ടോളൂ. എന്നിട്ട് ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയാണ്. ഹിജ്റ 1321 റബീഉൽ അവ്വൽ 29-ന് പൊന്നാനി മമ്പഉൽ ഹിദായയിൽ പ്രിന്റ് ചെയ്ത കോപ്പിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഉപരിടത്തുള്ളത് വേറൊരു കോപ്പിയാണ്. എന്തായിരുന്നാലും സംഗതി ഇതൊന്നു തന്നെയാണ്. ഇനി കേട്ടോളൂ. ഗ്രന്ഥകാരൻ സ്വന്തം ചെലവിൽ അടിപ്പിച്ച പ്രസ്തുത മാലയുടെ അന്ത്യത്തിൽ താൻ തന്നെ മലയാളത്തിൽ എഴുതി ഒപ്പിട്ടതു കാണാം. അപ്പൊ ഈ മാലയെ പറ്റിയാണ് ഇയാൾ പറയുന്നത്. ഇനി തീർന്നില്ല. മറ്റൊരു പുസ്തകം കേട്ടോളൂ. അഹ്ലുസുന്നത്തി വൽ ജമാഅ നേർവഴിയുടെ പാഠം. സുന്നത്ത് ജമാഅത്ത് നേർവഴിയുടെ പാഠമാണ് എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. അതിന്റെ 131-ാമത്തെ പേജിൽ ബഹ്ജത്ത് പബ്ലിക്കേഷൻ ബ്യൂറോ കടമേരിക്കാരാണ്. കോഴിക്കോട് ജില്ലയിലെ കടമേരി എന്ന സ്ഥലത്താണ് അതിന്റെ പ്രസിദ്ധീകരണാലയം. അതിൽ പരിചയപ്പെടുത്തുന്നു. ഒരു സബ് ഹെഡിങ് കാണാം. ചില മാലപ്പാട്ടുകളും രചയിതാക്കളും. എന്നിട്ട് ഇങ്ങനെ പറയുന്നു. മൊഹീദ്ദീൻ മാല ഖാദി മുഹമ്മദ് ഇബ്രാഹിം മാല നാലകത്ത് കുഞ്ഞിമൈദീൻ, പുതിയ മൊഹീദ്ദീൻ മാല നാലകത്ത് കുഞ്ഞിമൈദീൻ. കേട്ടോ, അവരും അംഗീകരിച്ചു. ഓരോ മാലകളും രചയിതാക്കളെയും പറയുന്ന കൂട്ടത്തിൽ പിന്നെയും കുറെ മാലകളുടെ പേര് പറയുന്നുണ്ട്. ഇനി കേട്ടോളൂ. കാന്തപുരം വിഭാഗത്തിന്റെ വിദ്യാർത്ഥി വിഭാഗമായ SSFന്റെ മുഖപത്രമായ റിസാലയിൽ എഴുതുകയാണ്. 2008 ഫെബ്രുവരി 29 പേജ് 29-ൽ നിന്ന് വായിക്കട്ടെ. എന്താ കേട്ടോളൂ. നാലകത്ത് കുഞ്ഞിമൈദീൻ എന്ന ആള് പുതിയ മൊഹീദ്ദീൻ മാല എന്ന പേരിൽ മറ്റൊരു മാലപ്പാട്ട് രചിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിനെ പൊന്നാനി മഖ്ദൂം പുതിയകത്ത് കുഞ്ഞിബാവ മുസ്ലിയാരും കൗടിയമ്മ കാനകത്ത് അബ്ദുള്ളക്കുട്ടി മുസ്ലിയാരും കൂടി പരിശോധിച്ച് ഖത തീർത്ത് അടിച്ചിരിക്കുന്നു എന്ന ഒരു പ്രസ്താവന അതിന്റെ പുറം ചട്ടയിലും അച്ചടിച്ചു ചേർത്തിട്ടുണ്ട്. കേട്ടോ, ഇതേ സാധനത്തെ പറ്റിയാണ് എല്ലാവരും പറഞ്ഞത്. ശരി, ആധികാരികതയ്ക്ക് ഇതിനപ്പുറം വേണ്ടല്ലോ. ഇതിനെപ്പറ്റിയാണ് ഇപ്പൊ പറയുന്നത്. ഞങ്ങൾ അംഗീകരിക്കൂല, അതേതോ തമിഴൻ ഉണ്ടാക്കിയതാണ്, ഞങ്ങൾ അംഗീകരിക്കൂല. എന്താ അങ്ങനെ പറയാൻ കാരണം? അത് നിങ്ങൾക്ക് ഇതിലെ വിഷയങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. എന്തേ ഇതിലിങ്ങനെ പറയാൻ കാരണം? ഇതിൽ പറയുന്ന ചില കറാമത്തുകളുണ്ട്. മുഴുവനും കൂടെ ഞാൻ പറയുന്നില്ല, ചിലതൊക്കെ മാത്രം പെട്ടെന്ന് പറയുകയാണ്. ഇതിനെയൊന്നും ആയത്തും ഹദീസും മോദി ഗണ്ണിക്കേണ്ട ആവശ്യമില്ല. കാരണം കേൾക്കുന്ന ഏതൊരു വിശ്വാസിക്കും അറിയാം അതിലെ വിഡ്ഢിത്തങ്ങൾ. അതുകൊണ്ട് ആദ്യം തന്നെ പറയുന്നത് എന്താണ്? കുറെ പറയുന്നുണ്ട്. ഒരു ഭാഗം നിങ്ങളെ കേൾപ്പിക്കട്ടെ. അതെന്താ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോയപ്പോ അള്ളാന്റെ അടുക്കലേക്ക് കയറാൻ വേണ്ടി അതുവരെ കൂടെ ജിബ്രീൽ ഉണ്ടായിരുന്നു. പിന്നെ അള്ളാന്റെ അടുക്കലേക്ക് അങ്ങോട്ട് കയറണമെങ്കിൽ
കോണിയില്ല. അപ്പോ എന്തു ചെയ്തു? സിദ്റത്തുൽ മുൻതഹ എന്റെ സ്ഥലത്തിന് സിനഹർ നബിയാർക്ക് ഏർമാനം ആയോവർ. മുഹീദ്ദീൻ ശൈഖ് അവിടെ ചെന്നു. കേറാനുള്ള ഏർമാനം ആരായത്? മുഹീദ്ദീൻ ശൈഖ്. ചുമന്ത് നബി തമ്മേ ഖബാ ഖൗസൈനിൽ ചേർത്ത് ബർക്കത്തും വാങ്ങി തെളിന്തോവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേറാൻ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോ അതാ ശൈഖ് ജീലാനി ഓടി ചെന്നിട്ട് പറയുന്നു, ഇതാ നബിയേ, എന്റെ ചുമലിൽ കാലി വെച്ച് മേലോട്ട് കയറിക്കോളൂ. അങ്ങനെ മുഹീദ്ദീൻ ശൈഖാണ് ഓടിച്ചെന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹീദ്ദീൻ ശൈഖിന്റെ ചുമലും വലി ചവിട്ടിയിട്ടാണ് പടച്ചോന്റെ അടുത്തേക്കാണ് കയറിയത്. അപ്പൊ അവിടുന്ന് നബി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോലും, എൻ പാദം നിന്റെ ചുമലിൽ നീ ബത്തതാൽ എല്ലാ ഔലിയാക്കൾക്കുള്ള പീരടിയിൽ മകനെ നിൻ കാലുണ്ട് ഇല്ലെങ്കിലപ്പോർക്ക് വിലായത്തതില്ലെന്ന് നബിയുള്ളാബിണ്ടോവർ. ഓ മുഹീദ്ദീനെ, എൻ പാദം നിന്റെ ചുമലിൽ നീ വെത്തത് കൊണ്ട് എന്റെ കാല് നിന്റെ ചുമലിൽ വെക്കാൻ നീ അനുവാദം തന്നതല്ലേ? അതുകൊണ്ട് നിനക്ക് ഞാനൊരു വരം തരുന്നു. അതെന്താ? ലോകത്തുള്ള സർവ്വ ഔലിയാക്കളുടെയും പെരടിയിൽ മകനെ നിന്റെ കാലുണ്ട്. എല്ലാ ഔലിയാക്കന്മാരുടെയും പെരടിയിൽ നിനക്ക് ചവിട്ടാം. എല്ലാ ഔലിയാക്കന്മാരെയും പെരടിയിൽ നിനക്ക് കാലുവെക്കാം. കാരണം എന്താ? നിന്റെ പെരടിയിൽ കാലുവെക്കാൻ എനിക്ക് നീ അനുവാദം തന്നതുകൊണ്ട്. ആരെങ്കിലും അതിന് സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ അവർക്ക് വിലായത്ത് നീങ്ങിപ്പോകുന്നതാണ്. അതാണ് മറ്റേ മുഹീദ്ദീൻ മാലയിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്ത്? എല്ലാ വലികളും അവർക്ക് തലതാത്തി കൊടുത്തപ്പോ അവരിൽ ഒരു വലിയ അതിന് സമ്മതിച്ചില്ല. അയാളുടെ വിലായത്ത് നീക്കി പറിച്ചെറിഞ്ഞോവർ. അവ എല്ലാ വലികളുടെയും പെരടിയിൽ കാലുവെക്കാൻ ശൈഖിന് അനുവാദം കിട്ടിയ കഥ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാല് മുഹീദ്ദീൻ ശൈഖിന്റെ പെരടിയിൽ വെക്കാൻ അനുവാദം കൊടുത്തത് കൊണ്ടാണ്. മാത്രല്ല, ഇങ്ങനെ നബി ഇങ്ങനെ പെരടിയിൽ കാല് വെച്ചു എന്ന് പറഞ്ഞല്ലോ, ആ കാല് വെച്ച അടയാളം പിറന്നപ്പോൾ രണ്ട് ചൂമലിലും മാഹിയർ പാദം പതിഞ്ഞ് കാനിന്തിടയെന്നോവർ. ജീലാനിയെ പെറ്റു വീണപ്പോ അതാ ജീലാനിയുടെ രണ്ട് ചുമലിലും മാഹിയർ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പാദം പതിഞ്ഞ അടയാളം കാണുന്നു. ജനിച്ചു വീണപ്പോ നബി തങ്ങൾ പണ്ടവിടെ ചവിട്ടിയ അടയാളവുമായിട്ടാണ് ജീലാനി ജനിച്ചു വീണിട്ടുള്ളത്. ഒന്നും ഞാൻ വിശദീകരിക്കേണ്ടതില്ല, അതാണ് പതിൽ പറയുന്നത്. ഇനി നിങ്ങൾ കേട്ടോളൂ. ഇദ്ദേഹം പറയുകയാണ്, ഈ മാലക്കാരൻ പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അള്ളാഹിനെ പോലെ 99 നാമങ്ങൾ ശൈഖിനുണ്ട് പോലും. അള്ളാന്റെ അസ്മാ 99 എണ്ണം ഇസ്മുകൾ ഉണ്ടീവർക്കെന്നോവർ. പേരന്റേതുത്തുള്ള കൂലി ഇവർ നാമം പറഞ്ഞോരിൽ നൽകും ഞാൻ എന്നല്ലാഹ് ചൊന്നോവർ. അല്ല പറഞ്ഞിട്ടുണ്ട് എന്ത്? എന്റെ പേര് ഉത്തുള്ള കൂലി ഇവർ നാമം പറഞ്ഞോരിൽ നൽകും ഞാൻ എന്ന് അല്ല പറഞ്ഞോവർ എന്നാണ് ഇതിൽ അവകാശപ്പെടുന്നത്. അപ്പൊ അള്ളാന്റെ 99 നാമ അസ്മാഉൽ ഹുസ്ന ഇത് നമ്മൾ പറയുമ്പോഴുള്ള പ്രതിഫലം അത് ശൈഖ് ജീലാനിയുടെ പേരിങ്ങനെ പറഞ്ഞാൽ തന്നെ അള്ളാന്റെ പേരിനെ പറഞ്ഞ സവാബിനെ കിട്ടുന്നതാണ് എന്നാണല്ലോ തുടക്കത്തിൽ അവകാശപ്പെട്ടത്. ഇനിയോ മുഹീദ്ദീൻ ശൈഖിനെ ആരെങ്കിലും കിനാവ് കണ്ടാൽ അതേ ദിവസം കാണണം. വെള്ളിക്കീളം തന്നിൽ എന്നെ നളർത്തോരെ വലിയവൻ ഔലിയ ആക്കും എന്നു തോവർ. വെള്ളിക്കിളമ തന്നിൽ എന്നെ ആരെങ്കിലും നളർത്താൽ അവൻ അള്ളാന്റെ ഏറ്റവും വലിയ ഉന്നതനായ വലിയായി മാറും എന്നാണ് ഇതിൽ അവകാശപ്പെട്ടിരിക്കുന്നത്. ഇനി ഈ പേരുണ്ടല്ലോ 99 പേര്, ഈ 99 പേര് ആരെങ്കിലും അതിന് വലിയൊരു അത്ഭുതമുണ്ടായിട്ടുണ്ട്. അതും കൂടി ഇതിൽ പറയുന്നുണ്ട് 7ാമത്തെ പേജിൽ. ഇല്ലാതെ പേരൈ പറഞ്ഞോരെ ഒക്കെ കഴുത്ത് മുറിഞ്ഞിടയെന്നോവർ. മുഹീദ്ദീൻ ശൈഖിന്റെ പേര് ഉളുവോടുകൂടി പറയണം എന്നാ നിയമം. അള്ളാന്റെ പേര് പറയാൻ ഉളു വേണ്ട. മുഹീദ്ദീൻ ശൈഖിന്റെ പേര് പറയണമെങ്കിൽ ഉളു വേണമെന്ന്. ഉളു ഇല്ലാതെ ചിലരൊക്കെ പറഞ്ഞുപോയി. മുഹീദ്ദീൻ ശൈഖിന്റെ പേര് ഉളു ഇല്ലാതെ പറഞ്ഞുപോയി. അപ്പൊ എന്താ ഉണ്ടായത്? പറഞ്ഞോരെ ഒക്കെ കഴുത്ത് മുറിഞ്ഞിടയെന്നോവർ.
എല്ലാരും കഴുത്ത് ഇങ്ങനെ മുറിഞ്ഞു വീണ്. മുഹ്യിദ്ദീൻ പറയുമ്പോൾക്ക് ഉദുല്ലാതെ പറഞ്ഞാൽ കഴുത്ത് ഇങ്ങനെ മുറിഞ്ഞു ചാടുക, വല്ലാത്തൊരു കറാമത്ത്. അപ്പോഴോ ഇത് കണ്ടപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സങ്കടമായി. നിങ്ങൾ നോക്കൂ, മുറിയുമ്പോൾ ഖോജാ റസൂലുള്ളാഹി ഹളീറായി, മകനെ മാഖാമീത് വേണ്ടെന്നൂരത്തോവര്. മോനെ, ഈ പദവി എന്റെ മോന് ചേർന്നതല്ല കേട്ടോ. ആളുകളുടെയൊക്കെ തല കൊഴിഞ്ഞു പോകുന്നല്ലോ, തലമുറിഞ്ഞു ചാടുന്നല്ലോ. ഈ പദവി എന്റെ മോനെ നിനക്ക് വേണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദിറായി കൊണ്ട് പറയുന്നു. എപ്പോ മുഹ്യിദ്ദീന്റെ കാലത്തെ നബി ഇങ്ങോട്ട് ഹാദിറായി, എന്നിട്ട് പറയാണ് ഈ പദവി മുഹ്യിദ്ദീനെ അത് വേണ്ടട്ടോ. ഇതിന്റെ പേര് പറയുമ്പോൾ ആൾക്കാരെ തല മുറിഞ്ഞാ പിന്നെ വല്ലോരും തല ഉണ്ടാവുമോ? അതുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞൂനാ. അപ്പോഴോ ചൊന്നേ പടി പോലെ അന്ന് മുതൽ തൊട്ട് ജോഗിയ ഫിഅലദൈ നീക്കപ്പെടുത്തിയോർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നൊരു റെക്കമെൻഡ് പറഞ്ഞപ്പോ അന്ന് തൊട്ട് ഈ പരിപാടി അവസാനിപ്പിച്ചു എന്നാണ്. എന്നാ നീ പറഞ്ഞോട്ടെ, ഉളുല്ലാതെ പറഞ്ഞോട്ടെ, തലയൊക്കെ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഉളുല്ലാതെ പറഞ്ഞുകൊണ്ട് തല പോകുന്നതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആയത്തോ ഹദീസിനൊന്നും എതിരെ എന്താ പറയണ്ടോ? അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണം. എന്താണെന്നറിയോ, നമ്മളെ സമുദായത്തിലെ കണ്ടോ ആരൊക്കെ കൂടി പരിശോധിച്ച് ഖത്അ തീർത്തതാ, ആരൊക്കെ കൂടി പരിശോധിച്ചതാ നോക്കണം. പൊന്നാനിയിലെ തറവാട്ടിലെ പ്രസിദ്ധരായ ആളുകളൊക്കെ പരിശോധിച്ചതാണ്, പൊന്നാനിക്കാരി എഴുതിയതാണ്. ഇനി നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇനിയാണ് സാധാരണഗതിയിൽ അവര് പറയുന്നു പല രൂപത്തിലുള്ള കറാമത്തുകളും ഇതിൽ അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ അവകാശപ്പെടുന്ന പല കറാമത്തുകളിൽ ഒരു കറാമത്ത് പറയുന്നത് എന്താണ്? ഇദ്ദേഹത്തിന്റെ മുഖം കണ്ടവര് കരുണർ മുഖത്തിനെ കണ്ടോർക്കും കണ്ടോരെ കണ്ടോർക്കും പോരീശാ നയൻ കൊടുത്തോവര്. കരുണർ മുഖത്തിനെ കണ്ടോർക്കും കണ്ടോരെ കണ്ടോർക്കും പോരിശ നായൻ കൊടുത്തോര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുമുഖം കണ്ടോർക്കും കൂടി അതുണ്ടായിട്ടില്ല. അബൂജഹലൊക്കെ എത്ര തവണ കണ്ടതാ, അതുപോലെ തന്നെ അബൂലഹബ് കണ്ടതാ, പലരും കണ്ടിട്ടില്ലേ? അവർക്കൊക്കെ പോരിശുണ്ടോ? കരുണർ മുഖത്തിനെ കണ്ടോർക്കും കണ്ടോരെ കണ്ടോർക്കും പോരിശ. അതായത് ജീലാനി തരീഖത്തിലെ മെമ്പർമാരെ കണ്ടാൽ തന്നെ വലിയ പോരിശയെന്നാണ് അവകാശപ്പെടുന്നത്. ഇനിയാണ് ഏറ്റവും പ്രസിദ്ധമായ മറ്റേ കഥ. വലിയ ഒരു ഖാദിം മൗത്തായ സങ്കടം അവരെ സൗജത്ത് വന്ന് പറഞ്ഞാരേ, എന്റെ ഖാദിമിന്റെ റൂഹന്നിൽ തരണം എന്ന് മലക്കുൽ മൗത്തോട് കേട്ടോവർ. തനിയോന്റെ അരുളാൽ പൂടിത്തതയ്യങ്ങിന തരും ഞാൻ എന്ന് മാലക്കിന വിണ്ടോവർ. രവിൽ കേട്ട് കയ്യില്ല മരർ പൂടിത്തുള്ള സമ്പീലൈ വേഗം പൂടിത്ത് പറന്നോവർ. അന്നാളിൽ വാങ്ങിയ റൂഹുകളൊക്കെയും ഉണ്ടന്ത കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ. തുറന്നിട്ടത് തന്നിൽ ഉള്ള ഉയിറുകളെ തുള്ളി പറപ്പിച്ച് പാറ്റി വിടുത്തോവർ. ഇതാണ് കൊട്ട തട്ടിയ പ്രസിദ്ധമായ കഥ. വലിയന്റെ ഖാദിം മരണപ്പെട്ടു. ആ സങ്കടം ഭാര്യ വന്നു പറഞ്ഞു. മുഹീദ്ദീൻ ശൈഖ് വേഗം അസ്രായീലിനോട്, ഇവരുടെ ഭാഷയിൽ അസ്രായീലിനോട് പറഞ്ഞു, എന്ത് റൂഹ് തരണം എന്റെ ഖാദിമിന്റെ. ഇപ്പൊ മലക്കുൽ മൗത്ത് പറഞ്ഞു, അള്ളാന്റെ കൽപ്പന പ്രകാരം പിടിത്തത് എങ്ങനെയാ ഞാൻ നിങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഈ അസ്രായീലിന്റെ കയ്യിലുള്ള കൊട്ട വേഗം പിടിത്തിട്ട് മുഹീദ്ദീൻ ശൈഖ് ദൂരത്തേക്കാണ് പറന്നു. മാത്രല്ല, എന്താ കൊട്ടയുടെ പ്രത്യേകത? അന്നാളിൽ വാങ്ങിയ റൂഹുകളൊക്കെയും ഉണ്ട് അന്ത കൊട്ടയിൽ. ആ കൊട്ടയിൽ എല്ലാ റൂഹും ഉണ്ട്. അത് ക്ഷണമിൽ തുറന്നിട്ട് അതി തന്നിൽ ഉള്ള ഉയിറുകളെ ജീവൻകളെയൊക്കെ തുള്ളി പറപ്പിച്ച് പാറ്റി വിടുത്തോവർ. എല്ലാവരും വന്ന് റൂഹ് ഇങ്ങനെ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. ഇതൊന്ന് ആലോചിച്ച് നോക്കണം. ഈ സമുദായത്തിലെ മുസ്ലിയാക്കന്മാര് പരിശോധിച്ച് ഖത്അ തീർത്ത കോപ്പിയായി വായിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇത് വെറുതെ ഒരാളുടെ പേരിൽ കെട്ടി പറയുന്നതാണോ? എന്നിട്ടോ വിട്ടതൈ കണ്ട് അസ്രായീൽ അല്ലാന്റെ ബലിമാഹത്തിലെത്തി പറഞ്ഞോവർ. അള്ളാനോട് പോയിട്ട് പരാതി കൊടുക്കുന്നു അസ്രായീൽ. അപ്പോൾ മാലക്കോട് അല്ലാ അരുളിയെ ഒന്ന് കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചത് എന്റെ ഹൗസല്ലേ, പൂതി പോൽ ഞാൻ ഓരിൽ കൊടുപ്പവനെന്നോവർ. ഒന്നല്ലേ ചോദിച്ചുള്ളൂ മലക്കേ? ആ ഒന്നാണ് കൊടുത്തേക്കാണെങ്കിൽ ഇന്നത്തെ സർവീസിലെ ബാക്കി ജീവൻ കിട്ടൂലായിരുന്നോ? ഒന്നാണ് കൊടുത്തൂടായിരുന്നില്ലേ? ആ ഒന്ന് കൊടുക്കാത്തോണ്ടല്ലേ ഇപ്പൊ ഇന്നെടുത്ത പണി മുഴുവൻ ബാത്തിലായതെന്ന് ഒരു കൊട്ട് അസ്രായീലിന് പടച്ചോന്റെ വക വേറി.
ഒന്ന് ആലോചിച്ച് നോക്കി. ഇല്ലതൊക്കെ പോയിട്ട് ചെല്ലുക അള്ളാന്റെ അടുത്തേക്ക്, ഒക്കെ പഴുതലോ എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഈ ഒരു കൊട്ടും കിട്ടുന്നത്. മനസ്സിലാക്കണം. ഇതിങ്ങനെ പറയുമ്പോ ഇവര് പറയണ അതൊക്കെ സെൽഫി ഉണ്ടാക്കിയതാണ്, മൗലൈമാരുണ്ടാക്കി കെട്ടിക്കൂട്ടിയ മാലയാണ്. എന്നാ കേട്ടോ, ഇതിന്റെ ആധികാരികത നമ്മൾ പാടാറില്ല, ആധികാരികതയും കൂടെ പാടുകയാണെന്ന്. എന്ത് കൊടുക്കും ബീശേളത്തെ തഫ്രീജുൽ ഖാതിറിൽ കൂരിരി ഫാഴിയണ്ടേ നല്ല ശൈഖാണോവർ. കണ്ടോ, ഈ വിശേളം ഇതില് മാത്രല്ല ഈ വിശേളം ഉള്ളത്. എതിരായി വിശേളം ഉള്ളത് തഫ്രീജുൽ ഖാതിർ എന്ന് പറയുന്ന കിതാബിലുണ്ട്. എന്റെ കയ്യിലുണ്ട് ആ സാധനം, തഫ്രീജുൽ ഖാതിർ. ഇത്ര കാലായി തേടി നടക്കുന്നറിയോ? അവസാനം ഒരു ലൈബ്രറിയിൽ നിന്നൊരു കോപ്പി എടുത്ത് അത് വലിയ സംഖ്യ കൊടുത്ത് ഫോട്ടോസ്റ്റാറ്റ് കൊടുത്ത് സുരക്ഷിതമായി കയ്യിലുണ്ട് ഈ തഫ്രീജുൽ ഖാതിർ. അതിൽ ഇതിനേക്കാൾ വിശദമായി പറയേണ്ട ഈ കൊട്ട തട്ടിയ കഥയൊക്കെ കരെ. അപ്പോ ഇത് നിഷേധിക്കാൻ ഇനി ഒരു മുസ്ലിയാർ വിചാരിച്ചാലും സാധിക്കൂല. ഏത് പുറത്തു പോയാലും എവിടുന്നും ഇനി ഇത് തള്ളിക്കളയാൻ ഇവർക്ക് സാധ്യമല്ല. കാരണം ജനങ്ങളോട് ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കുകയാണ്. ഈ ഒരു കഥ അവരെ വല്ലാതെ ചോദിപ്പിച്ചത് മാത്രല്ല, ഇത് പറയുന്ന സംഭവത്തെ പറ്റി ഈ പുസ്തകത്തിലേക്ക് ഒരു ചോദ്യം. ഈ പുസ്തകം ഏതാ? നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ, കാന്തപുരം AP വിഭാഗത്തിലെ മർക്കസിലെ പ്രൊഫസറാണ്, ഷെയ്ഖുൽ ഹദീസാണ്. ഹദീസിന്റെ ഷെയ്ഖ് എന്നാണ് അറിയപ്പെടുന്നത്. പല മുസ്ലിയാക്കന്മാർക്കും ദുർവ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കുന്ന മാസ്റ്ററാണ്. എല്ലാം കൃത്യമായിട്ട് എങ്ങനെ ഖുർആൻ വളച്ചൊടിക്കണം, ഹദീസ് എങ്ങനെ വളച്ചൊടിക്കണം എന്ന് വിദഗ്ധമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ദുർവ്യാഖ്യാന സമിതിയുടെ ചീഫാണ് ഇദ്ദേഹം. ഇയാളുടെ പുസ്തകമാണ് ഫതാവ. ഈ ഫതാവ എന്ന് പറയുന്നത് ഫത്വകളാണ്, ചോദ്യോത്തരങ്ങളാണ്. ഇതിന്റെ രണ്ടാമത്തെ വാള്യത്തിൽ കാണാം 1139 ചോദ്യം. ചോദ്യം കേട്ടോളൂ. മുഹീദ്ദീൻ മാലയിൽ വലിയ ഒരു ഖാദിം മൗതായ നേരത്ത് എന്ന് തുടങ്ങുന്ന വരികളിൽ മരണപ്പെട്ട ഒരു ഖാദിമിന്റെ റൂഹ് ശൈഖ് അവറുകൾ അസ്റായീലിനോട് പിടിച്ചു പറിച്ചുവെന്നും അസ്റായീൽ അല്ലാഹുവിന്റെ സന്നിധിയിൽ പരാതി ബോധിപ്പിച്ചുവെന്നും കാണുന്നു. ഇത് വിശ്വസനീയമാണോ? ഇത് വിശ്വസിക്കാൻ കഴിയുന്നതാണോ? ഉത്തരം ശരിക്കും ശ്രദ്ധിച്ചോളി. ഇന്നത്തെ മുഹീദ്ദീൻ മാലയിൽ ഈ വരികൾ ഇല്ല. ശരിയാണ്. ഇത് പഴയ മുഹീദ്ദീൻ മാലയിൽ ഈ വരികളില്ല. ഇത് ആരുടെയോ സൃഷ്ടിയാണ്. അപ്പൊ ആരുടെയോ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞുതരാം. ആരുടെയെന്ന് മൂപ്പർക്ക് തിരിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ തിരിഞ്ഞിട്ട് തിരിയായ്മ നടിച്ചതാണെങ്കിൽ പറയാം ആരാ സൃഷ്ടി. ഒന്നുകൂടെ കേൾപ്പിക്കാം. ഏതാണ് മുഹീദ്ദീൻ ശൈഖിന്റെ ഈ പ്രത്യേകമായ അപദാനങ്ങൾ ആര് പറഞ്ഞതാണ്? നാലകത്ത് പൊന്നാനി, നാലകത്ത് കുഞ്ഞുമൊയ്തീൻ കുട്ടി. അപ്പൊ ആരുടെ സൃഷ്ടിയാണ്? മുസ്ലിയാർ ബേജാറാവണ്ട, നാലകത്ത് മൊയ്തീൻ കുട്ടിയുടെയാണ്. അത് ഈ മാലയിൽ മാത്രം അടിച്ചു ചേർത്തതല്ല. നിങ്ങൾ അംഗീകരിക്കുന്ന ഹുസൈൻ രണ്ടത്താണി ചീഫ് എഡിറ്ററായ പുസ്തകത്തിൽ അത് സമ്മതിച്ചിട്ടുണ്ട്. കടമേരിക്കാര് പ്രസിദ്ധീകരിച്ചിട്ടുള്ള സുന്നത്ത് ജമാഅത്ത് നേർവഴി എന്ന പുസ്തകത്തിൽ അത് അംഗീകരിച്ചിട്ടുണ്ട്. SSFന്റെ മുഖപത്രമായ റിസാല വാരികയിൽ അത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ആരുടെയോ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറേണ്ടതില്ല. ഇനി കേട്ടോളൂ, ഇനിയിപ്പോ ആരുടെയോ സൃഷ്ടിയാണെന്ന് പറഞ്ഞിട്ട് മൂപ്പരുന്ന് അതിനെ തള്ളുന്നുണ്ടോ? അതാ ഇതിലെ പുതുമ. അടുത്ത ഖണ്ഡിക കേട്ടോളൂ. ഇതിൽ അവിശ്വസനീയമായി ഒന്നുമില്ല. പോയില്ലേ? ഇതുവരെ പടുത്തുയർത്തിയതൊക്കെ ആരുടെയോ സൃഷ്ടിയാന്നൊക്കെ പറഞ്ഞിട്ട് പടുത്തുയർത്തിയ അത്തയ്യാത്തിൽ ഓതുപോയ മാതിരി ഇതുവരെ പറഞ്ഞതൊക്കെ ആകെ ബാത്തിലായി പോയി. ആ ഒരവസ്ഥയിലായി. എന്താ ഇതിൽ അവിശ്വസനീയമായി ഒന്നുമില്ല എന്നാണ്. അതായത് അവിശ്വസനീയത വിശ്വസിക്കാൻ പാടുണ്ടോ എന്നല്ല ചോദ്യം. അപ്പൊ എന്താ ഉത്തരം? ഇതിൽ അവിശ്വസനീയമായി ഒന്നുമില്ല. കാരണം സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം അനുസരിച്ച് അല്ലാഹുവിന്റെ ഔലിയാക്കളും സജ്ജനങ്ങളായ അടിമകളും മലക്കുകളെക്കാൾ ശ്രേഷ്ഠരാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം അനുസരിച്ച് അള്ളാഹിന്റെ ഔലിയാക്കളും സജ്ജനങ്ങളായ അടിമകളൊക്കെ മലക്കുകളെക്കാൾ ശ്രേഷ്ഠരാണ്. ആയിക്കോട്ടെ, അതുകൊണ്ട് ഇക്കഥ ശരിയാണ് എങ്ങനെ വരിക? അപ്പൊ അതിലൊന്നും ഒരു തകരാറില്ല എന്ന് അവിശ്വസനീയമായിട്ട് ഒന്നുമില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ സഹോദരന്മാരെ, ഈ നിലക്ക് മാലപ്പാട്ടിൽ പറയുന്ന കൊട്ട തട്ടിയ കഥ നമ്മുടെ വകയോ നമ്മൾ ഉണ്ടാക്കിയതോ അല്ല. പുതിയ മുഹീദ്ദീൻ മാല എന്ന് പറയുന്ന കൃതിയിലുള്ളതാണ്. നമ്മുടെ ഒക്കെ കൈകളിൽ അതിന്റെ കോപ്പിയുമുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്? ഇതിന്റെ 8ാമത്തെ പേജിൽ നമുക്ക് കാണാം. 8ാമത്തെ പേജിൽ എന്താണ് മറ്റൊരു കഥ? നലവേരിൽ ഏറ്റം പീരീശം വെച്ചുള്ളൊരു ദോഷി മരിച്ചപ്പോൾ മുൻകറവനകീർ ചോദ്യം ചെയ്താരേ മുഹീദ്ദീൻ ശൈഖനെ ശരിയായിട്ടുത്തീരം ചൊല്ലിയിടയെന്നോവർ. മുൻകർ നക്കീർ ഖബറിൽ വന്നിട്ട് ചോദ്യം ചോദിക്കേണ്. അത് ആരോടാ ചോദ്യം? നലവരിൽ ഏറ്റവും പിരിശം വെച്ചുള്ളൊരു ദോഷി.
അതായത് മുഹീദ്ദീൻ ശൈഖിനോട് നന്നായി പിരിശം വെച്ച ഒരു ദോഷി മരിച്ചപ്പോഴാണ് മുൻകർ നക്കീർ വന്നിട്ട് ചോദ്യം ചെയ്തു, മൻ റബ്ബുക? അപ്പൊ പറയണ് ശൈഖ് മുഹയ്യിദ്ദീൻ. വമൻ നബിയുക? ശൈഖ് മുഹയ്യിദ്ദീൻ. ദീനേത്? ശൈഖ് മുഹയ്യിദ്ദീൻ. ഒക്കെ മുഹയ്യിദ്ദീൻ മുഹയ്യിദ്ദീൻ നന്നായി പറയണം. ശരിയായിട്ട് ഉത്തരം അതാണ് ചൊല്ലുന്നത്. അപ്പോഴോ കഹനറുകൾ രണ്ടും തഅജ്ജബായി അല്ലാട് കേട്ടങ്ങിതെന്തോരു അതിർപ്പം പേരിയോനെ. പടച്ച റബ്ബേ, ഇതെന്തൊരു പുതുമയാണ്, ഞങ്ങളെ സർവീസിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇത് ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കുമ്പോ ഈ മുഹയ്യിദ്ദീൻ ശൈഖ് എന്ന് പറയുന്നത് കഹനറുകൾ രണ്ടും തഅജ്ജബായി എന്ന് പറഞ്ഞാൽ പുതുമയോടുകൂടി അല്ലാഹ് കേട്ടെങ്കിൽ ഇതെന്തൊരു അതിർപ്പം പെരിയോനെ. അപ്പോ അള്ള കൊടുത്ത മറുപടി എന്താ? പിരിശം മിൻ ഗൗസീനെ വെച്ചതാലോൻ ചെയ്തേ പാപം പോറുത്തല്ലാ എന്ന് നാവിണ്ടോവർ. എന്റെ ഗൗസായ മുഹയ്യിദ്ദീൻ ശൈഖിനെ ഇയാൾ പിരിശം വെച്ചതായതുകൊണ്ട് ഓൻ ചെയ്ത പാപങ്ങളൊക്കെ ഞാൻ പൊറുത്തിരിക്കുന്നു, അതുകൊണ്ട് ഇനി ചോദ്യം വേണ്ട. അവിടെ ഞാൻ പറഞ്ഞു. ഇതേ കഥ തഫ്രീഹുൽ ഖാത്തിർ എന്ന് പറയുന്ന മറ്റേ കിതാബില്ലേ, ആ കിതാബിൽ പറയുന്നത് അതിനേക്കാൾ കുറച്ചുകൂടി വേറെയാണ്. വടി അങ്ങ് പിടിച്ചു വാങ്ങിയിട്ടുണ്ട്, വടി പിടിച്ചു വാങ്ങിയ കഥ അതിലുണ്ട്. അങ്ങനെ പല കഥകളും ഇതിന്റെയൊക്കെയുണ്ട്. നമ്മുടെ ചർച്ച മാലപ്പാട്ടായതുകൊണ്ട് മാലയിൽ ഒതുങ്ങിരുന്നുകൊണ്ടാ പറയുന്നത്, മറ്റു വിഷയങ്ങളല്ലാത്തത് കൊണ്ടാണ് അത്തരം കൃതികളിലേക്ക് പോകാത്തത്. അപ്പൊ ഇതൊക്കെ ഇതിൽ മാത്രമല്ല എഴുതിയിട്ടുള്ളത്, ഇവർ അംഗീകരിക്കുന്ന മറ്റു പല കൃതികളിലും ഉണ്ട്. ഇതിൽ നിന്നാണ് ഞാൻ നിങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിലും ചിലതൊക്കെ കേൾപ്പിച്ചത്. 700 പുരുഷന്മാരെ വലതു ഭാഗത്തും അത്ര തന്നെ സ്ത്രീകളെ ഇടതു ഭാഗത്തും ഇരുത്തിയിട്ട് ഒറ്റ നോട്ടം കൊണ്ട് ഔലിയാക്കന്മാരാക്കി എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഇതിലുള്ളത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ മറന്നു. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യുന്ന പറയും, നമ്മളെ ഈ സീഡ് ഇട്ടിട്ട് കഴിഞ്ഞ ക്ലാസ് ഇട്ട് പറയും സൽഫി ധൈര്യണ്ടായി കാണിച്ചിട്ട് പഴയ മൊഹീദ്ദീൻ മാലിൽ അങ്ങനെ വരും. അതാ പുതിയ മൊഹീദ്ദീൻ മാലിലാണ്, അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്. അന്ന് പുതിയ മൊഹീദ്ദീൻ മാലാന്ന് പറഞ്ഞിട്ടില്ല, ആ ഒരു വരി അത് ഇതിൽ നിന്നുള്ളതാണ്. ഇനിയോ, ഇനി ഇയാൾ പറയുന്ന മറ്റൊരു കറാമത്ത് എന്താ? ഒരാൾക്ക് വലിയ സങ്കടം ഉണ്ടായത്, അദ്ദേഹത്തിനുണ്ടായ വലിയൊരു സങ്കടം, എന്റെ സീറിയാൾക്ക് ഹംലുണ്ട്, കുട്ടി തൻ ആണായി പിറക്കണം എന്നങ്ങൊരുത്തനും. ഒരുത്തനുള്ള മോഹം എന്താണ്? എന്റെ ഭാര്യ ഗർഭിണിയാണ്, ആണെന്നെ വേണം, ആൺകുട്ടി തന്നെ വേണം എന്നാണ് സിറിയാളുടെ മോഹം. സിറിയാളുടെ ഭർത്താവിന്റെ മോഹം എന്താണ്? ആൺകുട്ടി വേണം. അപ്പോ വൈദ്യശേഖരനോട് സങ്കടം പോയി പറഞ്ഞു, എനിക്ക് ആണെന്നെ വേണം, ഗർഭിണി ആയിട്ടുള്ളൂ, ആൺകുട്ടി തന്നെ വേണം. ഓതിയ പോതവർ കൂറിയാതപ്പോലെ അകുമൂര കേട്ട് ഫർഹാൽ മടങ്ങിയാൻ. വല്ലാത്ത സന്തോഷം കൊണ്ട് ശൈഖ് ജീലാനി ഇങ്ങനെ പറഞ്ഞു ഇദ്ദേഹത്തോട്, നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ നടക്കും, സന്തോഷത്തോടെ പോയിക്കോളി എന്ന് പറഞ്ഞപ്പോ ഈ ഭർത്താവ് സന്തോഷത്തോടുകൂടെ മടങ്ങി. പിൻ പെറ്റാരെ ആണല്ല പെണ്ണാമേ, വിവരത്തെ തങ്ങളിൽ ചെന്ന് വന്ന് നവലിയാർ. മടങ്ങി, ഇതൊക്കെ പറഞ്ഞു മടങ്ങി. പിന്നെ ഭാര്യ പെറ്റു. പെറ്റാരെ ആണല്ല പെണ്ണാമേ, ആണല്ല പെറ്റു നോക്കുമ്പോ എന്താണ്? പെണ്ണാണ്. ഈ വിവരത്തെ തങ്ങളിൽ വന്ന് നവലിയാർ, തങ്ങളിൽ വന്ന് പറഞ്ഞു, ഇങ്ങനെ ശൈഖേ നിങ്ങളല്ലേ പറഞ്ഞ കുട്ടി ആണാകുന്നു, പക്ഷേ പെറ്റു നോക്കുമ്പോ കുട്ടി പെണ്ണാണല്ലോ എന്ന സങ്കടം ശൈഖ് അവറുകളോട് വന്ന് പറഞ്ഞു. നബിലൈതാരിത്തവർ അവനോട് നീ ചെന്ന് നല്ലോണം നോക്കി വാ എന്ത് മോളിന്തോവർ. അവനോട് പറഞ്ഞു, ഒന്നും കൂടി പോയി നല്ലോണം ഒന്ന് നോക്ക്. ചങ്ങായി നോക്കി തന്നെ വന്നത്, ഇതൊക്കെ ശരിക്ക് കണ്ടിട്ടാ വന്നത്. പക്ഷേ അപ്പൊ ഒന്നും കൂടി പറയാം, ഇനി പൊയ്ക്കോ, അതൊക്കെ അവിടെ എത്തുമ്പോൾക്ക് മാറുന്നേ, അവിടെ എത്തുമ്പോൾക്ക് അതൊക്കെ മാറ്റാൻ നമ്മളെടുത്ത് വിദ്യ ഉണ്ട്, അതോ ഒന്നുകൂടി പോയിട്ട് നോക്ക്. പോയിനാളർത്തപ്പോൾ പെങ്കോലം വിട്ടന്തേ പൈതൽ നല്ലാണായി കണ്ടവൻ എന്നോവർ. പിന്നീട് പോയിട്ട് നളർത്തപ്പോൾ, നളർത്തു എന്ന് പറഞ്ഞാൽ എന്താ? നോക്കിയപ്പോൾ പെങ്കോലം വിട്ടന്തേ പൈതൽ നൽ ആണായി കണ്ടവൻ എന്നോവർ. ഇത് ഭാഷ അതില് പല മലയാളം ഉണ്ടാവും, തമിഴും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് മറ്റേ ചങ്ങായി തെറ്റിദ്ധരിച്ച ഏതോ തമിഴ് ഉണ്ടാക്കിയതാണ്, മൂപ്പര് തെറ്റിദ്ധരിച്ചതാ, ഇതിങ്ങനെ തമിഴ് ഉണ്ടാക്കിയതാണ് തോന്നിപ്പോയി. ഇത് പൊന്നാനി കുഞ്ഞുമേരി മുട്ടി മുസ്ലിയാർ ഉണ്ടാക്കിയതാണ്. അപ്പോ ഇതിലുള്ള കഥകളൊക്കെ ഈ നിലക്കാണ്. അപ്പോ ഇയാൾ എന്തായി? ഇയാൾക്ക് എന്തിനു കഴിയും? ഇയാൾ പറയേട് ശൈഖ് ജീലാനി എന്ത് ചെയ്തു? പെൺകുട്ടിയായിട്ട് ജനിച്ച കുട്ടിനെ നിമിഷ നേരം കൊണ്ട് ആണാക്കി മാറ്റി.
അത് വേറൊരു സ്ഥലത്തും പറയുന്നുണ്ട്. പെണ്ണായി പിറന്നുള്ള കുട്ടിയെ ആണാക്കി പൂതി പോൽ മാറ്റുന്ന പൂർണ്ണ പോലിവാണോർ. അത് മാലയിലെ മറ്റൊരു വരിയിലുണ്ട്, കുറച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പെണ്ണായി പിറന്നുള്ള കുട്ടിയെ ആണാക്കി പൂതി പോൽ മാറ്റിയ പൂർണ്ണ പൊലിവാണവർ എന്ന് കൃത്യമായിട്ട് തന്നെ വിശദീകരിക്കുന്നുണ്ട്. നോക്കണം. ഇനി ഒരു പെണ്ണിന്റെ പരാതി എന്താ? പെണ്ണ് മരടിയാണ്. മരടി എന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്ത പെണ്ണാണ്, മച്ചിയാണ്, പ്രസവിക്കൂല, കുലടയാണ്, പല ഭാഷയുണ്ട്. അപ്പൊ ഈ പെണ്ണ് വന്നിട്ട് ഒരിക്കൽ ശൈഖിനോട് പറയാണ്, മരടിയായുള്ള സീറിക്കോരു കുട്ടിയെ മന്നാനെ നൽകി നീ എന്ന് മോളിന്തോവർ. അപ്പൊ ഈ പെണ്ണ് വന്ന് പരാതി പറഞ്ഞപ്പോ ശൈഖ് ജീലാനി അള്ളാഹിനോട് പറഞ്ഞു, അല്ലാ ഓൾക്കൊരു കുട്ടിനെ കൊടുക്ക്. അപ്പൊ അല്ല എന്തു പറഞ്ഞു? മറുപടി ലൗഹില്ല അവൾക്കില്ല പിള്ളകൾ മുറുകുന്ന് 2 കൊടുക്ക് നീ ദയ്യാനേ. അള്ളാഹുടെ മറുപടി, അവൾക്ക് ലൗഹിൽ എഴുതി വെച്ചിട്ടുണ്ട് അവൾക്ക് പിള്ളകളില്ലേ. അവിടെ ലൗഹിൽ എഴുതിയിട്ടുണ്ട് അവൾക്ക് പിള്ളകളില്ല. പിള്ളല്ലാന്നാ പണ്ട് ലൗഹിൽ മഹ്ഫൂദിൽ എഴുതിയിട്ടുള്ളത്. അപ്പൊ മുഹീദ്ദീൻ ശൈഖ് എന്താ പറയുന്നത്? എന്നാ പഠിച്ചോനെ ഞാൻ ചോദിച്ചില്ല മാപ്പ് എന്നല്ലേ പറയണ്ടേ. പക്ഷെ അതല്ല, ഒന്നില്ല എന്ന് പറഞ്ഞപ്പോ ഒന്നല്ലേ എഴുതാത്തുള്ളൂ, എന്നാ പിന്നെ 2 കൊടുക്ക്. മുറുക്കന്ന് 2 കൊടുക്ക് നീ ദയ്യാനെ, 2 കൊടുക്ക്. കൊടുപ്പാനെളുപ്പത്തിലില്ലെങ്കിൽ 3 കൊടുക്കണം അങ്ങനെ 7ഓളം വിണ്ടോവർ. ലേലം വിളിമാതിരി കയറ്റി ഇങ്ങനെ പറയാം. അല്ല പറഞ്ഞു 2 ഇല്ലാറിക്കുന്ന 3 കൊടുക്ക്, എന്നാ 4 കൊടുക്ക്, എന്നാ 5 കൊടുക്ക്. ഇതൊക്കെ പോലെ കുട്ടികളെ കളിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കി. എന്നാ 5 കൊടുക്ക്, എന്നാ 6 കൊടുക്ക്, അങ്ങനെ 7ഓളം വിണ്ടോവർ. 8 പറഞ്ഞാൽ നീ അതും കൊടുക്കണ്ടേ? ശൈഖിന്റെ നാവിന്ന് വന്നാ പിന്നെ പഠിച്ചോൻ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് 8 തീരും മുമ്പായി റയവൻ MB ഞാൻ 7 കൊടുക്കും അതെന്നോവർ. ഞാൻ 7 കൊടുത്തോലെ മൊയ്തീൻ ഇനി പറയല്ലേ, ഇനി പറഞ്ഞു ഒന്നില്ലാത്ത ആൾക്ക് 2 പറഞ്ഞു, 3 പറഞ്ഞു. നാവിന്ന് വീണാ പിന്നെ കുട്ടിയാ. 5 എന്ന് പറഞ്ഞാൽ പിന്നെ 5 കുട്ടിയാ. 7 എന്ന് പറഞ്ഞാൽ 7ആണ്. ഇനി 8 എന്ന് പറഞ്ഞാൽ 8 കൊടുക്കേണ്ടി വരും. 8 കുട്ടിനെ കൊടുക്കണ്ടേ? അതുകൊണ്ട് ഇനി 8ന് പേതാനും തയ്യാറില്ല. അതുകൊണ്ട് 8 തീരും മുമ്പായി ഇറയവൻ MB ഞാൻ 7 കൊടുക്കാം എന്ന് പറഞ്ഞോവർ. അങ്ങനെ അതുപോലെ 7 സബികള് ലൗഹീരിൽ എഴുതി പെരിയോനാവളിൽ കൊടുത്തോവർ. അങ്ങനെ അല്ല ലൗഹി തിരുത്തി, ലൗഹുൽ മഹ്ഫൂദ് തിരുത്തിയിട്ട് ഒന്നുമില്ല എന്നുള്ളോർത്ത് മായിച്ചിട്ട് ഇങ്ങനെ, ഞാൻ നേരത്തെ പണ്ട് പറയല്ല, ലൗഹുൽ മഹ്ഫൂദ് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഈ വില്ലേജ് ഓഫീസിൽ ഇങ്ങനെ ആ കടലാസൊക്കെ ഒട്ടിക്കണം ചോക്കേണ്ടതിന്റെ ബോർഡാണല്ലോ, മായിച്ച് അതിലിങ്ങനെ എഴുതി ഇവൾക്ക് ഒന്നുമില്ലാത്തത് ഞാൻ തീരുമാനിച്ചത് മാറ്റി 7 സബികളെ ഇവൾക്ക് എഴുതി, ഇതാ എഴുതി അവളിൽ പെരിയോൻ എഴുതി അവളിൽ കൊടുത്തോവർ. ണ്ടോ? അപ്പൊ ഒന്നില്ലാത്ത ആൾക്ക് കുട്ടിനെ ചോദിച്ച് 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല 6 അല്ല 7 വരെ കൊടുത്തു എന്നാണ്. അതുകൊണ്ടും തീർന്നില്ല. ഇനി പറയുന്ന മറ്റൊരു കറാമത്ത് എന്താ? ഇനി പറയുന്ന മറ്റൊരു കറാമത്ത്, ശംസദയ്യനോട് ബന്ന് സലാമിനെ ചൊല്ലാതെ ഉദിക്കല്ലാതില്ലെന്നൂരത്തോവർ. എല്ലാ പ്രഭാതത്തിലും സൂര്യനാൻ ഉദിക്കണമെങ്കിൽ മുഹീദ്ദീൻ ശൈഖിന്റെ അടുത്ത് പോയിട്ട് സലാം അസ്സലാമു അലൈക്കും എന്ന് എല്ലാ ദിവസവും ശംസ് ഉദിക്കുന്നതിന്റെ മുമ്പ് ശൈഖ് അവറുകളോട് പോയിട്ട് സലാം പറയും. അതാണ് ആ പറഞ്ഞത്, ശംസദൈ എന്നോട് വന്ന് സലാമിനെ ചൊല്ലാതെ ഉദിക്കൽ അതില്ലെന്നുരത്തോവർ. മനസ്സിലായില്ലേ? അപ്പോ ആ നിലക്കാണ്. അപ്പൊ കൃത്യമായി ഓരോ ദിവസവും ശൈഖ് അവറുകളുടെ സമീപം വന്ന് സൂര്യൻ വന്നിട്ട് എന്തു പറയുന്നു? സലാം പറയുന്നു. അതില്ലാത്തൊരു ദിവസവും ഇല്ല. ഇനി പറയുന്ന മറ്റൊരു കഥയുണ്ട്. അതെന്താണ്? അത് പറയുന്ന ഇതിന്റെ 14-ാമത്തെ പേജിൽ നമുക്ക് കാണാം മറ്റൊരു കഥ. അതെ, ഒരു അഹമ്മദ് ബഖ്ഷ് എന്ന് പറയുന്ന ഒരാളുടെ കഥയാണ്. അഹമ്മദ് ബഖ്ഷ് എന്നോർ തങ്ങൾ മുരീദാവാൻ അവശക്തി അജ്മീറം മലമ്മല്ലിരിക്കുമ്പോൾ ഒരു ബഖ്ഷത്തെന്നോ ഒരു അഹമ്മദ് ബഖ്ഷത്ത് എന്ന് പറയുന്ന ആൾ അജ്മീർത്തെ ഒരു മലമ്മ പോയിട്ട് ഇങ്ങനെ ധ്യാനം ഇരുന്നു. എന്തിന്? മുഹീദ്ദീൻ ശൈഖിന്റെ മുരീദാകാൻ. അപ്പോഴോ പള്ളിൽ പെറ്റേ വലിയുള്ള അവരിൽ ഹാലിറായി
പച്ചത്തലേ കെട്ടി കൊടുത്തോവറി. ജീലാനിക്കാരൊരു സിമ്പലാ പച്ചത്തലേ കെട്ട്. കാണാൻ ഒരു ടീമിനെ എങ്ങനെ പച്ചത്തലേ കെട്ട് ഇങ്ങനെ കെട്ടിയിട്ട്. അപ്പൊ അത് ഖാദിരിയാട് ആൾക്കാരാണ്. അപ്പൊ പച്ചത്തലേ കെട്ട് വന്നിട്ട് മൊഹീദ്ദീൻ ശൈഖ് അവിടെ അങ്ങനെ ആശിച്ച് അവിടെ അങ്ങനെ ഇരിക്കണ മുരീദിന്റെ അടുത്ത് ഹാജറായി. ഇവരുള്ള കാലത്തൊന്നുമല്ല കേട്ടോ, മൊഹീദ്ദീൻ ശൈഖ് ഉള്ളപ്പോഴൊന്നുമല്ല, വിളിച്ചപ്പോഴൊക്കെ അവിടെ ഹാജറായി. ഇവർക്ക് അത് പ്രശ്നമല്ലല്ലോ, ഇവര് വിളിച്ചാ വിളിപ്പുറത്ത് ഉടനെ എത്തും. എത്തിയത് മാത്രല്ല, ഇത് മുരീദിന് അടയാളം എന്ന നിലക്ക് ഒരു പച്ച തലേക്കെട്ട് കെട്ടിക്കൊടുത്തു. എന്നിട്ടുണ്ടായ സംഭവം എന്താ? കെട്ടിപ്പീരിന്റെ പിൻ അഹമ്മദ് കാട്ടിലാണഞ്ഞ് വിറകും ചുമടാക്കി. ഇയാളൊരു വിറക് വെട്ട് തൊഴിലാളിയാണ് ഈ അഹമ്മദ് ബക്ഷ് എന്ന് പറയുന്ന ആള്. ഇയാൾക്ക് ഈ പച്ച തലീക്കെട്ടൊക്കെ കെട്ടിയിട്ട് ഇയാൾ പണ്ടത്തെ പണിക്കന്നെ കാട്ടിലേക്ക് പോയി വിറകൊക്കെ ഇങ്ങനെ കെട്ടാക്കിയിട്ട് തല തന്നിൽ വെച്ചപ്പോൾ വിറകും മോശിവായേ സുൽത്താൻ മുഹീദ്ദീൻ എന്നവർ കെട്ടിയേ നല്ല തലേ കെട്ടിൽ ഞാനും ഇരിക്കൂല നവലി നലമേലെ പൊന്തി നീലന്തോവർ. കേട്ടോ, ഇയാള് വിറകിന്റെ അട്ടിയൊക്കെ ആയിട്ട് തലയിൽ ഇങ്ങനെ വെക്കാൻ ഒരുങ്ങി നോക്കുമ്പോ ആ തലപ്പാവ് ഒരൊറ്റ വിളിച്ചു പറയൽ. തല തന്നിൽ വെച്ചപ്പോൾ വിറകും മൊശീവായി എന്നാണ്. വിറകാ പറഞ്ഞത്, തലപ്പാവല്ല. വിറക് മൊഷിഞ്ഞു. എന്താ മൊഷിഞ്ഞത്? വിറക് മൊഴിഞ്ഞു എന്നാട്ടോ. വിറക് മൊഴിഞ്ഞു. എന്താ മൊഴിഞ്ഞത്? സുൽത്താൻ മുഹീദ്ദീൻ എന്നവർ കെട്ടിയേ നല്ല തലേ കെട്ടിൽ ഞാനും ഇരിക്കൂല. സുൽത്താൻ മുഹീദ്ദീൻ എന്നവർ കെട്ടിയ പച്ചത്തലേ കെട്ടുമ്പോ ഞാൻ ഇരിക്കൂല. അത് കുറച്ച് കടുപ്പപ്പെട്ട സ്ഥാനാണ്, അവിടെ ഞാൻ ഇരിക്കൂല. ഇനിയിപ്പോ എന്താ, വിറകിട് കൊണ്ടരണ്ടേ? വിറകിട് കൊണ്ടരണ്ടേ? അവിടെ എന്താ ചെയ്തത്? നവലീനൽ മേലെ പൊന്തി നീലന്തോവർ. തലീക്കെട്ടിന്റെ മേലെങ്ങനെ വിറകിങ്ങനെ കളിക്കണ. അലമ ഇരിക്കൂല, മേലെങ്ങനെ വിറക്. മുപ്പരിക്കല്ല സുഖമായി റെഡി ആയിട്ട് ഇങ്ങനെ പോയിട്ട് തലീക്കെട്ട് മേലൊരു വിറക് കിട്ടും. അങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ പോകുന്നത് വിറ്റു. നോക്കണം നിങ്ങൾ. ഇതാണ് ഓരോ ദിവസത്തെയും കറാമത്തുകളായിരുന്നു ഇതിൽ പറഞ്ഞത്. ഇനിയും സഹോദരന്മാരെ ഇതിലുള്ളത് എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇതിൽ പറഞ്ഞ 99 പേര് പറയുന്നുണ്ട്, പിന്നെ ഒരുപാട് ആളുകളുടെ പേര് പറയുന്നുണ്ട്. ഇതിൽ അവസാനം ഒരു ദുആ പറയുന്നുണ്ട്. ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് ദുആ ഇറക്കണം. ഒരു ദുആ ഉണ്ട്. ആ ദുആയില് ഇവര് വിളിക്കാണ്, അജിബ് ഉത്തരം തരണേ യാ അത്ഫായിൽ. അതേതാണ് ഇവരോടൊന്ന് ചോദിക്കണം. അത്ഫായിലെ ഉത്തരം തരണേ എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നു, അജിബ് യാ ജംഹായിൽ, അജിബ് യാ ബർമതായിൽ, അജിബ് യാ ഖംറായിൽ, അജിബ് യാ തൊർത്തായിൽ, അജിബ് യാ ശംഹായിൽ, അജിബ് യാ ബർത്തായിൽ, അജിബ് യാ കസ്റായിൽ, അജിബ് യാ മത്റായിൽ, അജിബ് യാ തൗമായിൽ, അജിബ് യാ ശംസായിൽ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അവസാനം ഇതെന്തൊരു കൗമാണ് പടച്ച റബ്ബേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ആൾക്കാരെ നിങ്ങൾ കേട്ടുകണം. ഇതൊക്കെ ആരാന്ന് ചോദിച്ചാൽ ഇവർക്കെന്നെ കിട്ടിയ വഹിയല്ലേ? വഹി അള്ളാഹുവിന്റെ റസൂലിന്റെ കിട്ടുന്ന വഹി, ആകാശത്ത് നിന്ന് ഇറങ്ങണ വഹി, അത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടെ അതും മുറിഞ്ഞു. ഇനി അത് വരൂല. പിന്നെ ഇപ്പൊ ഒരു വഹി ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതെന്താ? വഇന്ന ശയാത്തീന ലയൂഹൂന ഇലാ ഉലിയായിഹിം. ശൈത്താന്മാർ അവരുടെ മിത്രങ്ങൾക്ക് ചില വഹിയൊക്കെ കൊടുക്കാറുണ്ട്. ലിയുജാദിലൂക്കും, നിങ്ങളോട് തർക്കിക്കാൻ വേണ്ടി. അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ തർക്കിക്കാൻ വേണ്ടിയിട്ട് എന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പൊ സഹോദരന്മാരെ, ഇവിടെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ സമുദായത്തിന്റെ ഒരു ഗതികേട്. നമ്മുടെ ഉമ്മവങ്ങന്മാര്, നമ്മുടെ സമുദായം, നമ്മുടെ സഹോദരീ സഹോദരങ്ങൾ, അവര് വിശ്വസിക്കുന്നു വിശുദ്ധ ഖുർആനോളം പരിപാവനമായി പവിത്രമായി, പരിശുദ്ധ ഖുർആനിൽ പോലെ സൂക്ഷ്മമായി ആശയങ്ങൾ ഇതിലും പറഞ്ഞത് സത്യസന്ധമാണ് എന്ന് വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് സഹോദരീ സഹോദരങ്ങളുണ്ട് നമ്മുടെ കേരള നാട്ടിൽ. ഇത് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇവരെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണ്ടേ സഹോദര, ഇവരെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണ്ടേ സഹോദരി. ഇതിനായിരുന്നു നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ സന്ദേശം നിങ്ങൾ കൈമാറണം. ഇതറിഞ്ഞ, ഇത് വിശ്വസിക്കുന്ന, ഇത് പാടുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, നമ്മുടെ പരിചയക്കാരിലുണ്ട്. അവരോട് പറയുക, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങൾ ഏറ്റവും വലിയ അപകടത്തിന്റെ പടുകുഴിയിലാണ് പെട്ടിട്ടുള്ളത്. ഇതിൽ നിന്ന് മോചനം നേടൂ. പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ പ്രമാണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളാണ് നമ്മുടെ പ്രമാണം. അവയുടെ കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായി ഇപ്പറയുന്ന സംഗതികൾ
സംഗതികളൊന്നും വിശ്വസിക്കല്ല കേട്ടോ. ഇത് നിങ്ങൾ മാല പാടുന്നതിലുള്ള ദേഷ്യം കൊണ്ട് പറയുകയല്ല. ആഖിറത്തിൽ നിങ്ങൾ രക്ഷപ്പെടണ്ടേ, പരലോകത്ത് നരകത്തിയിൽ കിടക്കാൻ സാധ്യതയുള്ള ആശയങ്ങളുമായിട്ടാണ് നിങ്ങൾ ഈ നടക്കുന്നത്. അതുകൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ഈ സമുദായത്തെ നസീഹത്ത് മനസ്തുതിയോടുകൂടെ നമ്മൾ ക്ഷണിക്കുന്നു. ഇതാ സത്യത്തിന്റെ പാതയിലേക്ക് വരൂ. ഇതാ നമുക്ക് പറയാനുള്ളത്, ഇതാണ് നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത്. നോക്കൂ, അതല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ വിമർശിക്കുവാനോ അവരെ ഇടിച്ചു താഴ്ത്തുവാനോ നമുക്ക് ഉദ്ദേശമില്ല. അവർ രക്ഷപ്പെടട്ടെ, അവരിതൊന്നും അറിയാത്തവരാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ പാടുന്ന ആളുകൾക്കൊന്നും ഇതിന്റെ പിന്നിലുള്ള പല കഥകളും ചരിത്രങ്ങളും ഇതുവരെ നമ്മൾ വിശദീകരിച്ചതും ഒരു പക്ഷേ നമ്മൾ പറയുമ്പോഴായിരിക്കും അവരിതൊക്കെ ഇത്രയും വിശദീകരണങ്ങളൊക്കെ ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ വിശദീകരണങ്ങൾ ഇതിന്റെ ചില മൂലകൃതികളിലുണ്ട്. വ്യാഖ്യാതാക്കൾ ഇതിന് ഈ നിലക്കൊക്കെ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് അംഗീകരിച്ചിട്ടുണ്ട് എന്നത് പോലും പലപ്പോഴും നമ്മൾ പറയുമ്പോഴായിരിക്കും അറിയുന്നത്. അത്രത്തോളം ഈ വക കാര്യങ്ങളെ സംബന്ധിച്ച് പലതും മൂടിവെച്ച് പാമര ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള സഹോദരീ സഹോദരന്മാരെ രക്ഷപ്പെടുത്തുവാനുള്ള നമ്മുടെ ഈ എളിയ ശ്രമം, അതിലെല്ലാവരും ഭാഗവാക്കാവണം. ഈ സന്ദേശം ആളുകൾക്ക് കൈമാറണം എന്ന് ദീനിന്റെ പേരിൽ ഉണർത്തുകയാണ് സഹോദരന്മാരെ. അതല്ലാതെ ആർക്കെങ്കിലും മാല പാടിയിട്ട് ഭക്ഷണം കിട്ടുന്നതോ കാശ് കിട്ടുന്നതോ അത് തടയാനുള്ള ഒരു സംരംഭമായിട്ടല്ല. കാശ് കിട്ടിക്കോട്ടെ, സമ്പാദിച്ചോട്ടെ, ഭക്ഷണം കഴിച്ചോട്ടെ, അതൊന്നുമല്ല വിഷയം. ഇതിൽ പരമപ്രധാനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സുന്ദരമായ കലിമത്തുൽ തൗഹീദിന്റെ ആദർശത്തിൽ നിന്ന് തിരിച്ചു കളയുന്ന പരാമർശങ്ങളുടെ ഒരു കേദാരമാണ് ഈ മാലപ്പാട്ടുകൾ. മുഹീദ്ദീൻ മാല മാത്രമാണ് നമ്മൾ പഠനവിധേയമാക്കിയത്. മുഴുവൻ ഭാഗങ്ങളും പറഞ്ഞിട്ടില്ല, കാതലായ വശങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞതിനേക്കാൾ അപ്പുറം ഓരോ വരികളും എടുത്ത് വിശദീകരിക്കാൻ നിന്നാൽ ഇനിയും നീണ്ടുപോകും. സത്യാന്വേഷികൾക്ക് ഇത് മതിയല്ലോ. സത്യം മനസ്സിലാക്കിയിട്ട് ഈ അന്ധവിശ്വാസങ്ങളോട് വിട പറയാൻ സന്മനസ്സുള്ള ആളുകളോട് ഇതിലപ്പുറം ഇനി പറയണമെന്ന് തോന്നുന്നില്ല. അല്ലാഹുവേ, സന്മനസ് കൊടുക്കണമേ എന്ന് നമ്മൾ ദുആ ചെയ്യുക. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും നാം തെറ്റിപ്പോകാതെ ഇതൊക്കെ പ്രചരിപ്പിച്ച് ഇതൊക്കെ അംഗീകരിക്കുന്ന ആളുകളെ കണ്ട് ഇതിനൊക്കെ ആഘോഷമേർപ്പെടുത്തി അതിന് പലപ്പോഴും ഔപചാരികത നൽകപ്പെട്ട് കാണുമ്പോ ഇതൊക്കെ സത്യസന്ധമാണോ എന്നൊരു വേള സംശയിക്കുന്ന ആ ഫിത്നയിൽ പോലും അകപ്പെടാതിരിക്കാൻ ഇതെല്ലാം ബാത്തിൽ തന്നെയാണ്, ബാത്തിലാണ് 100% എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ബാത്തിലുകളോട് വിട പറഞ്ഞ് ഹക്കിന്റെ രാജപാതയിലേക്ക് അണയാൻ സർവശക്തനായ നാഥൻ എല്ലാ ആളുകൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം ജനസമക്ഷം അവതരിപ്പിക്കുകയാണ്. അർഹമർ റഹീമീനായ നാഥൻ നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ അവതരണത്തിൽ അറിയാതെ വന്നുപോയിട്ടുള്ള അബദ്ധങ്ങൾ സർവശക്തനായ നാഥൻ പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ സതുദ്ദേശം അല്ലാഹു അറിയുന്നവനാണ്. നമ്മുടെ ആ ഉദ്ദേശത്തിനനുസരിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു പരിവർത്തനത്തിന് ഈ വിഷയാവതരണം നിമിത്തമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഹസനാത്തിന്റെ പട്ടികയിൽ ഇതൊരു സാലിഹായ അമലായി നീ സ്വീകരിക്കണം നാഥ. അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന് ഈ സമുദായത്തെ കൈപിടിച്ച് രക്ഷപ്പെടുത്തുവാനുള്ള ഈ എളിയ ശ്രമം നാഥ നീ സ്വീകരിക്കണേ. കുറ്റമറ്റ തോതിൽ നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.